ഒരു നബിദിന റാലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. റോഡിൻ്റെ ഇരുവശങ്ങളിലും ആബാലവൃന്ദം ജനങ്ങൾ നിരീക്ഷിക്കുകയും സ്വീകരിക്കുകയും ആശീർവദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിമേതര വിഭാഗങ്ങളും ആ കൂട്ടത്തിലുണ്ട്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള നബിദിന സ്നേഹറാലിയാണ് കടന്നു വരുന്നത്. ആ റാലി മുണ്ടുമൊഴിയെത്തിയപ്പോൾ സ്നേഹം പൊതുജനങ്ങൾക്കങ്ങ് കാണിച്ചു കൊടുത്തു. നബിദിനത്തിലെ കൂട്ടത്തല്ല്. ഒരു വിഭാഗം ആളുകൾ ഈ വർഷത്തെ നബിദിന സന്ദേശമായി പറഞ്ഞിട്ടുള്ളത് ഖൽബിലുണ്ട് എൻ്റെ നബി എന്നാണ്. അർത്ഥവത്തായ ഉദാത്തമായ ഒരു പ്രമേയമാണത്. ബാഹ്യപ്രകടനങ്ങളിലല്ല പ്രവാചകൻ ഉണ്ടാവേണ്ടത്, ഖൽബിലാണ് കുടിയിരിക്കേണ്ടത്. ഖൽബിൽ പ്രവാചകർ ഉണ്ടായാൽ ശരീരം മൊത്തം പ്രവാചക സ്നേഹം കൊണ്ട് നിറയും, ഖൽബും ശരീരവും നിറയും. അപ്പോൾ ആ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ പ്രവാചക സ്നേഹത്തിൽ ലയിച്ചതായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ സന്ദേശങ്ങളും ഉദാത്ത സംസ്കാരങ്ങളും മാത്രമേ അവരിൽ ഉണ്ടാവുകയുള്ളൂ. ഖൽബിൽ നിന്നാണ് അവയവങ്ങളിലേക്ക് വൈദ്യുതി പ്രവാഹം പോലെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ത്വര ഉണ്ടാകുന്നത്. എന്നാൽ ഇന്നലെ കണ്ട നബിദിന കൂട്ടത്തല്ലിൽ അംഗമായിട്ടുള്ള ആളുകൾ പ്രവാചക സ്നേഹത്തിൻ്റെ ബാഹ്യപ്രകടനം മാത്രം കാഴ്ചവെക്കുന്നവരാണ്. അത് നബിദിന റാലിയിലൂടെയും ദഫ് മേളത്തിലൂടെയും അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ പ്രവാചക സ്നേഹം അവർ ബാഹ്യമായി പ്രകടിപ്പിക്കുന്നു. അവരുടെ ഖൽബുകളിൽ പ്രവാചകൻ ഇല്ല. ആദ്യം നാം കുടിയിരുത്തേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, തങ്ങളുടെ സുന്നത്തിനെ, തങ്ങളോടുള്ള ഇത്തിബാഴിനെ ഖൽബിൽ ആക്കിയ ശേഷം മാത്രം നമ്മുടെ ശരീരത്തിലേക്ക്, അവയവങ്ങളിലേക്ക് അതിനെ പ്രവഹിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നോക്കുന്ന നോട്ടങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാം നടക്കുന്ന വഴികൾ, പിടിക്കുന്ന കൈകൾ എല്ലാം പ്രവാചക സ്നേഹത്തിൽ ലയിച്ചതും പ്രവാചക സ്നേഹത്തിൻ്റെ ചേരുവ ചേർന്നതുമായിരിക്കും. അവർ ഒരിക്കലും പൊതുജനമധ്യത്തിലോ രഹസ്യത്തിലോ പരസ്യത്തിലോ എവിടെയും ഇങ്ങനെ ഒരു വികൃതമായ സ്നേഹം പ്രകടിപ്പിക്കുകയില്ല. അടിപിടി കൂടുന്ന സ്നേഹം. ഈ കാഴ്ച കണ്ട അമുസ്ലിം സഹോദരങ്ങൾ സ്നേഹത്തിൻ്റെ പ്രവാചകനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സന്ദേശങ്ങൾ കേൾക്കാൻ വേണ്ടി കാതു കൂർപ്പിച്ചിരിക്കുമ്പോഴാണ് പരസ്പര അടി നടക്കുന്നത്. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമ ഉദാത്ത സംസ്കാരങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയാണോ അവർ ചെയ്തിട്ടുള്ളത്? അതല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തുകയാണോ, അനാദരിക്കുകയാണോ, മറ്റു സമുദായങ്ങൾക്കിടയിൽ ഹബീബായ നബിയോടുള്ള മതിപ്പ് കുറക്കുകയാണോ ആ നബിദിന റാലിയിലൂടെ മുണ്ടുമൊഴിയിൽ ഉണ്ടായത് എന്ന് ഓരോരുത്തരും ആലോചിക്കുക. വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ അത് പൊതു ഇടങ്ങളിൽ അടിപിടി കൂടി പിരിയാതെ ഒരു മസ്ലഹത്തിനു വേണ്ടി ഒരുമിച്ച് കൂടി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുകയാണല്ലോ വേണ്ടത്. അതും കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും മസ്ലഹത്തിനു വേണ്ടി ഇരുന്ന് അനുരജ്ഞനം നടത്തി പിരിയലാണ്.
വസ്സുലുഹു ഖൈർ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്.